നമസ്കാരം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ അവിചാരിതമായിട്ട് ജോലി നഷ്ടപ്പെടും എന്ന സൂചനകൾ ലഭിച്ചതിനാൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 3-4 മാസമായിട്ട് ഒരു സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റ് ജോലികൾക്ക് പലതും അപേക്ഷിച്ചിരുന്നു. എന്നാൽ നിലവിലുള്ള തത്തുല്യമായിട്ടുള്ള ജോലി അല്ലായതുകൊണ്ട് ഏത് പ്രകാരത്തിലും കിട്ടിയ ജോലി സ്വീകരിക്കുക എന്ന ആശയം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ ചിലർക്ക് ദൂരദേശത്ത് ജോലി ലഭിക്കാം. കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും. ഏത് പ്രകാരത്തിലും കിട്ടിയ ജോലി ലഭിക്കുക തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ സ്വീകരിക്കുക തന്നെ ആയിരിക്കും, പ്രവേശിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. നിലവിലുള്ള പാഠ്യപദ്ധതിയിൽ ജോലി സാധ്യതകൾ വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ പാഠ്യപദ്ധതികളൊക്കെ ചേരുവാൻ തക്കവണ്ണം ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ ഭംഗിയായിട്ട് എഴുതുവാൻ സാധിക്കുവാനും വിജയ സാധ്യതകൾക്ക് അനുസരിച്ച് എഴുതുവാൻ സാധിക്കുന്നതിന്റെ വെളിച്ചത്തിൽ അതിന് തക്കവണ്ണം തയ്യാറാകുവാൻ ഇടയുണ്ട്. പുതിയ കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുവാൻ അവസരം വന്നു ചേരും. ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഗൃഹം അന്വേഷിക്കുവാനും ഏറെക്കുറെ തൃപ്തിയായത് കണ്ടെത്തുവാനും യോഗമുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃത്തിക്ക് യോഗം കാണുന്നു. മാസത്തിന്റെ 2ാമത്തെ പകുതിയിൽ വളരെയധികം ശ്രദ്ധിക്കണം. പലപ്പോഴും വാഹനം ഉപയോഗിക്കുമ്പോഴും പണം കൈകാര്യം ചെയ്യുമ്പോഴും അബദ്ധമായി തീരുവാനിടയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അറിവുള്ള പല കാര്യങ്ങളും മറന്നു പോകുവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് എല്ലാം എഴുതി വെച്ചുകൊണ്ടും മനനം ചെയ്തുകൊണ്ടും കാര്യങ്ങളെല്ലാം അനുവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സമ്മാന പദ്ധതികളിൽ വിജയം കൈവരിക്കുമെങ്കിലും പ്രഥമ സ്ഥാനം നഷ്ടപ്പെടുവാനാണ് യോഗമുള്ളത്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പൊതുപ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും ജനസ്വീകാര്യത വർദ്ധിച്ചു വരുന്നത് വഴി അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ തക്കവണ്ണം സ്വന്തം നിലയിലും കൂട്ടത്തിലെ പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമാകും വിധത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പരസ്പര വിശ്വാസത്തോടുകൂടി തന്നെ പുതിയ കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ബന്ധുമിത്രാദികളുടെ സഹായ സഹകരണങ്ങളും ഒരു കർഷകന്റെ പൂർണ്ണ പിന്തുണയും ഉണ്ടാകുവാൻ ഇടയുണ്ട്. ജോലിയോടൊപ്പം മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന ആശയവും ആശ്വാസത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. പലപ്പോഴും പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ ഗുണകരമായി തീരുവാനും പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുവാനും സാധിക്കും. ഇനി മുതൽ ഒരു വർഷത്തേക്ക് സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ നിയന്ത്രണം വേണം എന്ന ധാരണയോടുകൂടി തന്നെ എല്ലാ പണമിടപാടുകളിലും വളരെ ഒരു ക്രിയാത്മകമായിട്ട് ഒരു ധ്രുവീകരണത്തിന് തയ്യാറാകുവാൻ ഇടയുണ്ട്. അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് കർമ്മമണ്ഡലങ്ങളൊക്കെ പുതിയതായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. വേണ്ടപ്പെട്ടവർ പറയുന്ന കാര്യങ്ങൾ അതിന്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി ഗ്രഹിക്കുകയും അതിന് വേണ്ട വിധത്തിലുള്ള അതിന്റെ മൂല്യത്തോടുകൂടി അവലംബിക്കുവാനും അവസരം വന്നു ചേരും. പലപ്പോഴും നഷ്ടസാധ്യതകളെ വിലയിരുത്തി സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. കുടുംബത്തിൽ പൂർവികരായിട്ടുള്ളവരുടെ കീഴ്വഴക്കം മാനിച്ചുകൊണ്ട് അവർ അനുവർത്തിച്ചു വരുന്ന പല കാര്യങ്ങളും അനുവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സ്വന്തം പ്രയത്നവും വേണ്ടപ്പെട്ടവരുടെ സാമ്പത്തികമായുള്ള സഹായവും മേലധികാരികളിൽ നിന്നും നിർദ്ദേശിക്കുന്ന പുതിയതായിട്ടുള്ള ആശയങ്ങളും അവലംബിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം അവസരം വന്നു ചേരും. പുത്ര പൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗമുണ്ട്. വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതിക്ക് അപേക്ഷകൾ നൽകിയതിൽ അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. കുടുംബ തർക്കം പരിഹരിക്കുന്നതിന് ഭാഗമായിട്ട് സ്വല്പം വിട്ടുവീഴ്ച മനോഭാവം വേണ്ടി വരുവാനിടയുണ്ട്. നിബന്ധനകൾക്ക് വിധേയമായി പഠിക്കുവാനും ജോലി ചെയ്യുവാനുമുള്ള അവസരം
ഒരുപക്ഷെ മനസ്സിന്റെ ധ്രുവീകരണത്തിനും ഏകീകൃതമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകുവാനും ഏകാഗ്രതയ്ക്കും ഇത് ഉപോത്ബലകമായി തീരുവാനിടയുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ അവസരം വന്നു ചേരും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനും എന്നാൽ ജൂൺ മാസത്തിലോ ജൂലൈ മാസത്തിലോ ചർച്ചയിൽ അനുകൂലമാകും വിധത്തിൽ പദ്ധതികൾ സമർപ്പിക്കുവാനും അവസരം വന്നു ചേരുവാനാണ് യോഗമുള്ളത്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നു. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗമുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുവാനിടയുള്ളതുകൊണ്ട് നിലവിലുള്ള ഗൃഹത്തിന് പുറമെ വിസ്തൃതിയുള്ള ഒരു ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിക്കുവാൻ വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹം നിർമ്മിക്കാൻ തക്കവണ്ണം പരിശ്രമിക്കുമെങ്കിലും അധിക ചെലവ് ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗൃഹസമുച്ചയത്തിലെ ഗൃഹം വാസ്തുശാസ്ത്ര പ്രകാരമുള്ള ഗൃഹം വാങ്ങിക്കുവാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വ്യാപാരത്തിലും വ്യാവസായികമായിട്ടുള്ള മേഖലകളിലും പല വിധത്തിലുള്ള അന്വേഷണങ്ങളും സാഹചര്യങ്ങളൊക്കെ വളരെ ഗുണകരമായി തീരുവാനിടയുള്ളതുകൊണ്ട് സ്വല്പം കൂടി പണം മുതൽ മുടക്കി വിപുലീകരിക്കുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നതും അതിനുവേണ്ടി പ്രയത്നിക്കുന്നതും പദ്ധതികൾ സ്വീകരിക്കുന്നതും സമർപ്പിക്കുന്നതൊക്കെ തന്നെ നല്ലതുമായിരിക്കും. വിദഗ്ധമായിട്ടുള്ള പരിശോധനയിൽ പ്രത്യേകമായിട്ടുള്ള മാരകങ്ങളായിട്ടുള്ള അസുഖങ്ങളൊന്നുമില്ല എന്നറിയുകയും ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം തന്നെ ഭംഗിയായിട്ട് തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിന് തക്കവണ്ണം വൈദ്യ നിർദ്ദേശം സ്വീകരിക്കുവാനും സാധ്യതയുണ്ട്. ഇതാണ് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ മെയ് മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രാരംഭത്തിൽ ചില വിമിഷ്ടങ്ങളും സ്വസ്ഥതക്കേടുകളൊക്കെ ഉണ്ടാകുമെങ്കിലും അന്തിമമായിട്ട് പരീക്ഷയിൽ കൃത്യമായുള്ള രീതിയിൽ അവതരിപ്പിക്കുവാനും വിജയശതമാനം വർദ്ധിക്കുന്ന വിധത്തിൽ ഉള്ള സാഹചര്യങ്ങളെല്ലാം വന്നു ചേരുവാനും സാധ്യതയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകുവാൻ തീരുമാനിക്കുവാനും അപേക്ഷകൾ നൽകുവാനും പ്രാഥമികമായിട്ട് ഫീസ് അടയ്ക്കുവാനുള്ള സാധ്യതകൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. മാതാപിതാക്കൾക്ക് ഉദ്യോഗത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സർവർക്കും സ്വീകാര്യമായിട്ടുള്ള നിലപാട് അനുവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ പല പ്രകാരത്തിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുവാനിടയുള്ളതുകൊണ്ട് ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് മിക്ക ദിവസങ്ങളിലും രാത്രിയിലും അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ധാരാളം സമയവും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഒരുപക്ഷെ മെയ് മാസത്തിന് മാത്രമല്ല ജൂൺ മാസത്തിലും അത് വേണ്ടി വരുവാൻ ഇടയുണ്ട്. ഒരുപക്ഷെ സെപ്റ്റംബറിൽ പൂർത്തീകരിക്കേണ്ടതായുള്ള പദ്ധതികളായിരിക്കാം. സമയബന്ധിതമായിട്ടും നിർബന്ധമായിട്ടും ചെയ്തു തീർക്കണം എന്ന നിർദ്ദേശം മേലധികാരികളിൽ നിന്ന് വന്നു ചേരുന്നത് വഴി കൂടുതൽ പ്രയത്നിക്കേണ്ടതായുള്ള സാഹചര്യങ്ങളോ മറ്റു ചിലർക്ക് യാത്രകൾ ധാരാളം വേണ്ടി വരുവാനും ഇടയുണ്ട്. നീതിയുക്തമായിട്ടുള്ള സമീപനങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ചും അവലംബിച്ചാൽ മാത്രമേ ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധ്യതയുള്ളൂ. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടുവാനും പുതിയ കാർഷികമായിട്ടുള്ള മേഖലകളിൽ തുടക്കം കുറിക്കുവാനും പുതിയ കൃഷി രീതികൾ അവലംബിച്ചും കൊണ്ട് ഉള്ള സാഹചര്യങ്ങളെല്ലാം വന്നു ചേരും. എന്നാൽ ഒരു കർഷകന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ പോലും ഉണ്ടായിത്തീർന്നാൽ മാത്രമേ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുവാൻ സാധ്യതയുള്ളൂ. പലപ്പോഴും ഓർമ്മശക്തി കുറവുണ്ട് എന്ന് മനസ്സിൽ സ്വയമേവ വിലയിരുത്തുന്നതിന്റെ വെളിച്ചത്തിൽ സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ നിന്നും പിന്മാറുവാനുള്ള ഒരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ജോലിയോടൊപ്പം കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കാൻ സാധ്യതയുണ്ട്. മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ അച്ഛന് അസുഖങ്ങൾ വന്നു ചേരുവാനിടയുള്ളതുകൊണ്ട് 2-3 ദിവസം അവധിയെടുത്തുകൊണ്ട് ആശുപത്രിവാസം വേണ്ടിവരുവാനിടയുണ്ട്. മേലധികാരികളോട്
കർമ്മമണ്ഡലങ്ങളുടെ സത്യാവസ്ഥകൾ ബോധിപ്പിക്കുന്നത് വഴി ഒരു ക്രിയാത്മകമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം മേലധികാരികളിൽ നിന്നും ഉണ്ടാവുകയും ഒരുപക്ഷെ ഒരു കീഴ്ജീവനക്കാരെ നിയമിച്ചുകൊണ്ട് വളരെ 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 ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ തക്കവണ്ണം ഉള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനിടയുണ്ട്. ഒരുപക്ഷെ അതിന്റെ ഒരു നേട്ടം എന്നത് 3-4 മാസത്തിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന ധാരണയോടുകൂടി തന്നെ പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ വ്യാപാര വിപണന വിതരണ മേഖലകളിലുള്ള സംയുക്ത സംരംഭങ്ങളിൽ നിന്നും നിരുപാധികം പിന്മാറുവാൻ സാധ്യതയുണ്ട്. മാസത്തിലൊരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരദേശവാസത്തിന് അല്ലെങ്കിൽ ദൂരദേശത്തുള്ള ജോലിക്ക് സാധ്യത കാണുന്നു. ഒരുപക്ഷെ പഠിച്ചതും മുമ്പ് ധാരാളം പ്രയത്നിച്ചതുമായിട്ടുള്ള മേഖലകളായതുകൊണ്ട് സ്വല്പം ബുദ്ധിമുട്ടിയാലും ഇങ്ങനെയൊരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഭക്തി ശ്രദ്ധാപുരസ്സരം ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്നതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. പലപ്പോഴും മക്കളുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള ആശയങ്ങളും ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ആശയങ്ങളൊക്കെ ഒരു മാതൃകാപരമായി സ്വയമേവ വിലയിരുത്തുവാനും സ്വീകരിച്ചു തുടങ്ങുവാനും സാധ്യതയുണ്ട്. അസുഖങ്ങൾ പലതും വന്നു ചേരുകയും പല മരുന്നുകളും കഴിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഇതരമായുള്ള മരുന്നുകളെല്ലാം അല്ലെങ്കിൽ ഭാരതീയ പൗരാണിക ശാസ്ത്രപ്രകാരമുള്ള ഔഷധ രീതികളും വ്യായാമവും പ്രാണായാമവും ഒക്കെ ശീലിക്കുവാനും അതിന് തക്കവണ്ണം തുടക്കം കുറിക്കുവാനും ഈ മാസത്തിന്റെ 2ാമത്തെ പകുതി മുതൽ അതിനൊരു ആശ്വാസം കണ്ടെത്തുവാനും സാധ്യതയുണ്ട്. പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. വിദേശത്ത് താമസിക്കുന്ന മക്കളോടൊപ്പം സ്ഥിരം താമസിക്കുവാൻ സാധിക്കുകയില്ല എങ്കിൽ പോലും മാസങ്ങളോളം താമസിക്കുവാനായിട്ട് യാത്ര പുറപ്പെടുവാൻ അവസരം വന്നു ചേരും. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ദമ്പതികളൊക്കെ ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം സ്വയമേവ തീരുമാനിക്കുവാനിടയുണ്ട്. എന്നാൽ ഒരുപക്ഷെ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലിയിൽ നിന്നും തൽക്കാലത്തേക്ക് അവധിയെടുക്കുവാനോ വിരമിക്കുവാനോ സാധ്യതയുണ്ട്. ആധ്യാത്മിക ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട്. നിർത്തിവെച്ച ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ അവസരം വന്നു ചേരും. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായുള്ള ഭൂമിക്ക് തൃപ്തികരമായുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട്. മുടങ്ങിക്കിടപ്പുള്ള കർമ്മ പദ്ധതികളൊക്കെ രൂപകൽപ്പന ചെയ്യുവാൻ സാധ്യത കാണുന്നു. പല വിധത്തിൽ ആപൽഘട്ടങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു അവസരം, ഒരു ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം, ആത്മസംയമനത്തോടുകൂടിയതായിട്ടുള്ള അവലംബിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഉപോത്ബലകമായി തീരുവാനിടയുണ്ട്. ഒരുപക്ഷെ ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. സാമൂഹ്യ സേവനങ്ങളൊക്കെ ക്രിയാത്മകമായി പ്രവർത്തിക്കാനിടവരും. ഒരു ലാഭേച്ഛ കൂടാതെയും പ്രവർത്തിക്കുവാനും അതിൽ നിന്നും ജനങ്ങളിൽ നിന്നും ജനസമ്മതി വീണ്ടെടുക്കുവാനും ഇടയുണ്ട്. അറിവുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുവാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിന് യോഗം കാണുന്നു. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നുണ്ട്. സുതാര്യതയുള്ള സമീപനത്താൽ സർവകാര്യ വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. ചിത്രം വര, ശില്പവിദ്യ, കലാകായിക രംഗങ്ങൾ മുതലായവയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അവധി ലഭിക്കാത്ത പലർക്കും അവിചാരിതമായിട്ട് തന്നെ ഈ ഒരു മെയ് മാസത്തിൽ അവധി ലഭിക്കുവാനും ഒരുപക്ഷെ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള സഹായത്തോടു കൂടി തന്നെ അവധി ലഭിക്കുന്നത് വഴി അത് ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനും ജന്മനാട്ടിൽ വന്നു പോകുവാനും ജന്മനാട്ടിലുള്ള ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും സാധ്യതയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ സ്ഥിരതാമസമാക്കുവാനുള്ള അപേക്ഷകൾക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനും 3 മാസത്തിനുള്ളിൽ തന്നെ അവിടെ എത്തിച്ചേരുക എന്ന സങ്കല്പത്തോടുകൂടി
ഈ മെയ് മാസത്തിൽ തന്നെ നിലവിലുള്ള ജോലി സ്ഥലത്ത് രാജിക്കത്ത് നൽകുവാനും അവസരമുണ്ടാകുവാനിടയുണ്ട്. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ മെയ് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങളാണ് ഈ പറഞ്ഞത്.